എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി മസാല കടല വറുത്തതാണ് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറുള്ള മസാല കടല വറുത്തത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ മസാല കടല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് കുതിർക്കാൻ വെക്കുന്നത്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് തന്നെ കുതിർക്കാൻ വെക്കുക, അല്ലെങ്കിൽ മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും കടല നന്നായിട്ട് കുതിർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നാളെ രാവിലെ നോക്കാം. അപ്പോൾ അതാ നമ്മുടെ കടലയൊക്കെ ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞ് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് കടലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ആദ്യം നമുക്ക് കുറച്ച് ചേർക്കാം, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ നെകയ്ക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് സ്റ്റവ് ഓണാക്കി ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒറ്റ വിസിൽ വരുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനകത്ത് കംപ്ലീറ്റ് പ്രഷർ കളഞ്ഞെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കടലിലേക്ക് വല്ലാതെ അങ്ങോട്ട് ഓവർ കുക്കായി പോവും. അപ്പോൾ ഇതവിടെ വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്ത് പ്രഷർ ഒരു തവി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതവിടെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കടല ഒരു പകുതി ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ടർക്കി ടവലിലേക്ക് വിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വെള്ളാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒരു 1-2 മണിക്കൂർ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് മുഴുവൻ വെള്ളാംശം പോയതിന് ശേഷം വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മളിത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് വെള്ളാംശം ഉണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്നത് നമ്മുടെ കടലയിൽ അതാ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇപ്പോൾ നന്നായിട്ട് പോയിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവ് ഓണാക്കി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആദ്യമേ തന്നെ കുറച്ച് കറിവേപ്പിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ എണ്ണയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടല കുറേശ്ശെ ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ പുറം ഭാഗമൊക്കെ പെട്ടെന്ന് കറുത്ത് പോകും, അപ്പോൾ ഉള്ളിൽ വെന്ത് കിട്ടില്ല. അപ്പോൾ അതവിടെ നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആവാറായിട്ടുണ്ട്. അപ്പോൾ അത് ഇടുന്ന സമയത്ത് വല്ലാതെ അങ്ങോട്ട് പത പോലെ ആയിരിക്കും. ഇത് ഫ്രൈ ആവും തോറും ഇതിനകത്ത് പതയൊക്കെ അടങ്ങി നന്നായിട്ട് ഒരു കിലുകിലാ സൗണ്ട് പോലെ കേൾക്കും. അതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതവിടെ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി ഇരിക്കുന്ന എല്ലാ കടലയും വറുത്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാ കടലയും വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവിൻ്റെ അളവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ചാട്ട് മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉപ്പും മുളക് പൊടിയും കായപ്പൊടി ഇട്ടിട്ട് നിങ്ങൾക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ എരിവും ഉപ്പിൻ്റെ അളവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ചാട്ട് മസാല ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മുളക് പൊടിയും ഉപ്പും കായപ്പൊടിയും ചേർത്താലും മതി. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വറുത്ത മസാല കടല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്